ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്ലോഗായിട്ടാണ്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ, ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില്ലേ അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാട്ടോ ഞാൻ പൊടിച്ചെടുക്കുക. എന്താ പറയുക, ഒത്തിരി അങ്ങനെ നല്ലോണം ചൂടാക്കില്ല, ചെറുതായിട്ടൊന്ന് അതിലെന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ഞാനിത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വെയിലത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് ചൂടാക്കി എടുക്കും. കാര്യം അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ചീത്തയായി പോവില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. ഞാനുണ്ടല്ലോ മല്ലിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കില്ല കേട്ടോ. ഞാൻ മുന്നേ ഒരു വ്ലോഗിലും പറഞ്ഞിട്ടില്ലേ, മല്ലിപ്പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കലേ ഇല്ല. ഞാനത് എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. ഭയങ്കര ഈസിയാണ് മല്ലി പൊടിച്ചെടുക്കാനായിട്ട്. മുളക് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കലുണ്ട്, എന്താ പറയുക, നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരലും ഒക്കെ ഉണ്ട്. പക്ഷേ മല്ലിപ്പൊടി ഞാനിവിടെ ഇങ്ങനെയുള്ള മല്ലി വാങ്ങിച്ചിട്ട് അത് ചില സമയത്ത് മല്ലി ഇങ്ങനെ റെഡി ടു കുക്ക് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങനെ വാഷ് ചെയ്യാൻ നിൽക്കില്ല. അല്ലാത്ത കിട്ടണമെങ്കിൽ ഞാനതൊന്ന് വാഷ് ചെയ്ത് വെക്കും കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുക. ഈ ഒരു മല്ലിയെല്ലാം പൊടിക്കുന്ന ആ ഒരു മണമില്ലേ, മല്ലിയല്ല മല്ലീൻ്റെ ആ ഒരു മണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂടാക്കുമ്പോഴും പൊടിക്കുമ്പോഴും ഒക്കെ വരുന്ന ഒരു മണം എനിക്ക് ചെറുപ്പത്തിൽ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മണം ചിലർക്ക് ഉണ്ടാവുമല്ലോ, ചില മണങ്ങൾ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് ഈ മല്ലിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല, എനിക്ക് ഈ മല്ലി പൊടിക്കുമ്പോഴൊക്കെ ഞാൻ കുട്ടിയായിരിക്കുമ്പോഴുള്ളൊരു കാര്യം പറയാം, അതെനിക്ക് ഓർമ്മ വരെ. കുട്ടിയായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ സ്കൂൾ ബസ്സിലാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ സ്കൂൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് എല്ലാം കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആ സ്റ്റോപ്പിനടുത്തായിട്ട് ഒരു മില്ലുണ്ട്. ഈ മല്ലി മുളകും എല്ലാം പൊടിക്കുന്ന ഒരു മില്ലുണ്ട്, ഒരു ചെറിയൊരു മില്ല്. അപ്പം ആ സ്റ്റോപ്പിൽ ബസ് ഇങ്ങനെ നിർത്തിയിടുമ്പോൾ ഉണ്ടല്ലോ, ഈ മില്ലിൽ നിന്ന് ഈ ഒരു മല്ലീൻ്റെ എല്ലാം പൊടിക്കുന്ന ഒരു മണമില്ലേ, മല്ലി പൊടിക്കുന്ന മണമൊക്കെ ഇങ്ങനെ വരും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വീട്ടിലെപ്പൊക്കെ മല്ലി പൊടിച്ചാലും എനിക്ക് ആ ടൈമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. മല്ലിയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് ഞാൻ വീട്ടിലുണ്ടാക്കാറാട്ടോ പതിവ്. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ്. ഇവിടെ എന്താ ഈ വെളുത്തുള്ളീൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇഞ്ചിൻ്റെയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കഴുകിയിട്ട് അതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ ഈ ഒരു ചെറിയ ജാറിലിട്ടിട്ടാട്ടോ ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ വെളുത്തുള്ളി കൂടുതലാണ് എടുക്കുക കേട്ടോ, ഇഞ്ചി കുറവും. ഇപ്പോൾ അതൊരു നമ്മളൊരു ഗ്രാമിൻ്റെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഇഞ്ചി ഒരു 50 ഗ്രാംസ് എടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരു 75 ഗ്രാംസ് എല്ലാം അങ്ങനെയാട്ടോ ഞാൻ എടുക്കുക. എനിക്ക് നമ്മുടെ ഫുഡിൽ ഇഞ്ചിയുടെനെക്കാട്ടിലും ആ വെളുത്തുള്ളിയുടെ കുത്ത് കുറച്ച് കൂടുതലേക്ക് നിൽക്കുന്ന ഇഷ്ടമാണ്. ഇവിടെ അതാട്ടോ ഇഷ്ടം. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ഫുഡിൽ അങ്ങനെയാണ് ചെയ്യുക തോന്നുന്നു അല്ലേ, വെളുത്തുള്ളിയുടെ ഇതല്ലേ കൂടുതലുണ്ടാവുക. അറിയില്ല കേട്ടോ, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇത് ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കും. സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ടിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. ഇനിയിപ്പോൾ നമ്മുടെ മല്ലി റെഡിയായി വന്നിട്ടുണ്ട്. മല്ലി റെഡിയായി വന്നിട്ടുണ്ടെന്നല്ല, തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സാധാരണയായിട്ട് പൊടിച്ച് കഴിഞ്ഞാലും ഒരു ടിഷ്യൂ എല്ലാം വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കും. അതിനുശേഷമാണ് ഞാനിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലിട്ടിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അതിനുശേഷം ഈ നമ്മുടെ പുതിനയിലെയും മല്ലിയിലൊക്കെ കുറച്ചൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് എന്താ
ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഞാനൊരു ക്ലോത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിലൊക്കെ വെള്ളം നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ അത് ചീഞ്ഞു പോകുമല്ലോ. അത് കാരണം ഞാനൊരു സാലഡ് സ്പിന്നറിൽ ഇട്ടിട്ട് അതൊന്ന് സ്പിൻ ചെയ്തെടുക്കും. അതിന് ശേഷം ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് അത് മിൻറ്റിൻ്റെ ഈ ഒരു തണ്ടൊക്കെ ഞാൻ ഒഴിവാക്കും കേട്ടോ. കാര്യം അത് നമ്മൾ എടുക്കില്ലല്ലോ, ഞാൻ എടുക്കലില്ല. ആ ഒരു കട്ടിയുള്ള തണ്ടൊക്കെ എടുക്കില്ല. നമ്മൾ അതിൻ്റെ ഇലകളാണല്ലോ കൂടുതൽ എടുക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ വലിയ ഇലയായിരുന്നു ഈ ഒരു പുതിനേൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇലയൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ മുളകും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. മുളകും തക്കാളിയും ലെമണും പിന്നെ വേപ്പിലയൊക്കെ. ഈ ഒരു മുളകില്ലേ, ഈ ഒരു മുളക് അവിടെ കടയിൽ ഇരിക്കുന്ന കണ്ടപ്പം ഇന്ത്യൻ ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടാ. ഇതിന് അധികം എരിവില്ല. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഈ വലിപ്പമുള്ള മുളകില്ലേ, ഇങ്ങനെ ഉരുണ്ടിട്ടിരിക്കണ ഇത് ഒരു ടൈപ്പിന് ഭയങ്കര എരിവാണ്. ഇതിന് പക്ഷേ എരിവില്ല. പക്ഷേ ഇത് നമ്മൾ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഇല്ലേ, എന്താ പറയുക, നമ്മുടെ തോരൻ അങ്ങനത്തെ സാധനം എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇതിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യും. എന്നാൽ ഭയങ്കര എരിവൊന്നും ഉണ്ടാവുകയില്ല. അപ്പം ഞാൻ ഈ ഇത് ഇടയ്ക്കേ കാണലുള്ളൂ. അപ്പോൾ കാണുമ്പോഴൊക്കെ ഞാനിത് വാങ്ങിക്കലുണ്ട്, കിട്ടുമ്പോഴൊക്കെ വാങ്ങിക്കലുണ്ട്. ഈ ഒരു വലിയ ഇങ്ങനെ ഉരുണ്ട് ഇരിക്കുന്ന ഒരു മുളകില്ലേ അതിട്ട. പിന്നെ കൂടെ ഉള്ളത് നമ്മുടെ സാധാരണ പച്ചമുളകും അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതുമൊന്നും ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇതൊക്കെ ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം അതിലുള്ള വെള്ളമൊക്കെ ഞാനൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ബോക്സസിലാക്കി വെക്കുകയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ സ്പ്രിംഗ് അണിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയതിന് ശേഷം സാലഡ് സ്പിന്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ഒരു ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ ഒപ്പം ഞാൻ 1-2 ടിഷ്യൂ പേപ്പറും കൂടിയിട്ട് ഇട്ട് കൊടുക്കേ. ഒട്ടും ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവും, ഈ സ്പ്രിംഗ് അണിയൻ പെട്ടെന്ന് ചീഞ്ഞു പോവും. അപ്പോൾ അതിലേക്ക് ഒട്ടും വെള്ളം പാടില്ല. അത് കാരണം ഞാൻ ഇതിലേക്ക് ഒരു ടിഷ്യൂവും കൂടി ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷമാണ് അത് സ്റ്റോർ ചെയ്യുക. അതാ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണില്ലേ, അതുപോലെയാണ് ഞാൻ ചെയ്യുക. ഒത്തിരി നാളിരിക്കും കേട്ടോ ഇത് കേടാവാണ്ട്. ഇനിയിപ്പോൾ അത് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മുട്ടക്കറി, ലഞ്ചിന് വേണ്ടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂടെ പുട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും കേൾക്കുമ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഇതെന്താ എപ്പോഴും പുട്ടാണ് ഉണ്ടാക്കുകയെന്ന്. അങ്ങനെയല്ല കേട്ടോ, എല്ലാതും ഉണ്ടാക്കലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ പുട്ടുണ്ടാക്കലുണ്ട്. ഇവിടെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഉണ്ടാക്കും. ബാക്കിയുള്ളത് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ദിവസം പുട്ടുണ്ടാക്കലുണ്ട്. പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബോയിലറിലേക്ക് വെച്ച് കൊടുത്താണ്. ഈ ഒരു ബോയിലറില്ലേ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഞാൻ മുന്നേ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. പല ഷേപ്പിലും റൗണ്ടായിട്ടുള്ളതൊക്കെ കിട്ടും. പിന്നെ ഇപ്പം എൻ്റെ അടുത്തുള്ളത് 6 മുട്ട വെക്കാൻ പറ്റുന്നതാണ്. ഫിലിപ്സിൻ്റെ ആണ്. എന്താ പറയുക, ഇത് ഇങ്ങനെ റൗണ്ടായിട്ടുള്ളത് 8 മുട്ട വെക്കാൻ പറ്റുന്നത് 10, അങ്ങനെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ളത് നോക്കി നിങ്ങൾ വാങ്ങിക്കുക. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് നമ്മൾക്കിങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തോല് പൊളിച്ചെടുക്കാനും ഒക്കെ ഇതിൽ ചെയ്യുമ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് വരും. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയെല്ലാം ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. കഴുകിയിട്ട് വെള്ളം ഒന്ന് പോകാനായിട്ട് അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നേരത്തെ അരച്ച് വെച്ച ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് ഇതുപോലെയുള്ള ഒരു ബോക്സിലാക്കിയിട്ട് ഇനി ഞാനത് ഫ്രിഡ്ജിലേക്കാണ് വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു ബോക്സിലേക്ക് ആക്കി റെഡിയാക്കി വെക്കുകയാണ്.
അതിനുശേഷം ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ ഒരു മുട്ടക്കറിയിലേക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടക്കറി ഇട്ടാൽ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും വേപ്പിലയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സാധാരണ ഒരു മുട്ടക്കറി. അതിന് പ്രത്യേകതയൊന്നുമില്ല. ചില സമയത്ത് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കലുണ്ട്, പക്ഷേ ഇത്തവണ അങ്ങനെ ചെയ്യണില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതിൽ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കടുകിട്ട് പൊട്ടിക്കും കേട്ടോ. ചിലപ്പോഴൊന്നും അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. ഇന്നിപ്പോൾ എന്തായാലും കടുകൊന്നും ചേർക്കണില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ടാണ് ഞാൻ ചെയ്യണത്. ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി വേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാനില്ലേ ഈ യൂസ് ചെയ്യുന്ന ഈ ഒരു സിലിക്കോണിൻ്റെ ഈ ഒരു സ്പാച്ചിലയില്ലേ, ഞാൻ ഇതെടുത്തപ്പോൾ ഒരു കമൻറ്റ് കണ്ടത് ഓർത്തിട്ട് അതിനെ പറ്റിയിട്ടൊരു കാര്യം പറയാം. ആള് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളിതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായി എന്താ സിലിക്കോൺ സ്പാച്ചില, പക്ഷെ അത് ചൂടത്ത് വെച്ചപ്പോൾ എന്തോ ഉരുകി പോയിട്ടുണ്ടായി അത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഇതിലൊരു കാര്യമുണ്ട്. ഈ സിലിക്കോൺ സ്പാച്ചില നമുക്ക് പല ക്വാളിറ്റിയിലുള്ളത് കിട്ടും. നമ്മളത് നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. പിന്നെ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും അവരുടെ ഫുഡ് സേഫ്റ്റിയും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയൊക്കെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. അവരതിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിക്കൽ. മുട്ടക്കറിയിലേക്ക് വേണ്ടുന്ന മസാലകളെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലി, മുളക്, ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറാനായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ പാനൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി നന്നായിട്ട് അതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഒരു വീഡിയോസൊക്കെ ആദ്യം തൊട്ടേ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും അല്ലേ, ഞാനിത് മുന്നേ തന്നെ യൂസ് ചെയ്യുന്ന സ്പാച്ചുലേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യണില്ലേ. ഞാനിങ്ങനെ കുക്കിങ്ങിനൊക്കെ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു സ്പാച്ചുലേഴ്സ് തന്നെയാണ് കൂടുതലും എടുക്കൽ. അപ്പോൾ എന്താ പറയുക, കമൻറ്റ് കണ്ടപ്പോൾ ഞാനത് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ കുറേയൊക്കെ കാണാൻ നമുക്ക് നല്ല ഭംഗി തോന്നും. ചില പ്രോഡക്റ്റ്സൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നമ്മളത് ചെക്ക് ചെയ്തിട്ടല്ലേ വാങ്ങിക്കാൻ പാടുള്ളൂ. അല്ല ചില നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക കേട്ടോ. തക്കാളിയൊക്കെ ഒരുവിധം ഒന്ന് കുക്കായപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുട്ടക്കറിയിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് എല്ലാം കുക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എന്നെ എപ്പോഴും കമൻറ്റിൽ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും ബിഗ് താങ്ക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.